ഗ്യാരണ്ടികളിൽ വെള്ളം ചേർത്ത് മുഖ്യമന്ത്രി നടപ്പിലാക്കുക 5-ൽ 2 ഗ്യാരണ്ടികൾ മാത്രം. ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്നത് KSRTC ബസ്സിലെ വനിതകളുടെ സൗജന്യ യാത്രയും വയോജന വകുപ്പും. ബാക്കി ഗ്യാരണ്ടികൾ പിന്നാലെ നടപ്പിലാക്കുമെന്നും ന്യായീകരണം. ആശമാർക്കും അംഗനവാടി ഹെൽപ്പർമാർക്കും വരുമാനം വർദ്ധിപ്പിച്ചെന്നും പ്രഖ്യാപനമുണ്ട്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമൂർത്തി ചേർന്നു. പ്രശാന്ത്, മന്ത്രിസഭ UDF സർക്കാർ അധികാരമേറ്റെടുത്തു. ആദ്യം മന്ത്രിസഭ യോഗം ചേർന്നു, അതിൻ്റെ പ്രഖ്യാപനങ്ങൾ മുഖ്യമന്ത്രി നടത്തി. പക്ഷേ ഒന്നിലും ഒരു വ്യക്തത ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം ഇത്തരത്തിൽ KSRTC ബസ്സിലെ വനിതകളുടെ സൗജന്യ യാത്ര എന്ന് പറയുന്നു. പക്ഷേ അതിൻ്റെ നിബന്ധനകളുണ്ടോ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പ്രായപരിധിയുണ്ടോ, ബസ്സുകൾക്ക് ദൂരപരിധിയുണ്ടോ, ഇത്തരത്തിൽ ഒരു കാര്യത്തിലും ഒരു വ്യക്തത വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ വയോജന വകുപ്പ് രൂപീകരിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും ഒരു കൃത്യമായൊരു എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് തീരുമാനം എന്നതിലും ഒരു തീരുമാനം പറയുന്നില്ല. അതുപോലെ തന്നെ 5-ൽ 2 വാഗ്ദാനങ്ങൾ മാത്രമാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നതെന്ന് ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ഗ്യാരണ്ടികളിൽ ആദ്യം തന്നെ വെള്ളം ചേർത്തുകൊണ്ടുള്ളൊരു നിലപാട് തന്നെയാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിക്കുന്നത്. ഇത്തരത്തിലുള്ള ആ ഒരു KSRTC ബസ്സിലെ വനിതകളുടെ യാത്രയിലടക്കമുള്ള മുഖ്യമന്ത്രി നൽകുന്ന ന്യായീകരണങ്ങൾ അല്ലെങ്കിൽ വിശദീകരണം എങ്ങനെയൊക്കെയാണ് പ്രശാന്ത്? അമലെ, VD സതീശൻ മന്ത്രിസഭയുടെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ജനകീയമായിട്ടുള്ള വിഷയങ്ങൾ, ജനകീയ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകുമെന്നായിരുന്നു തുടക്കത്തിൽ പ്രചരിച്ചതെങ്കിൽ ഒരുവിധ ജനകീയ പ്രഖ്യാപനങ്ങളും ഇല്ലാതെയാണ് മന്ത്രിസഭാ യോഗം ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ അതിസഭ അധികാരമേൽക്കുന്നത്. അതിനുശേഷമുള്ള ആദ്യ ക്യാബിനറ്റിലും ജനകീയ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. മാത്രമല്ല, തുടക്കത്തിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ നമ്മൾ കേട്ടതാണ് ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിൽ. ആ ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കുമെന്ന് പറഞ്ഞെങ്കിൽ പോലും ഇന്ദിരാ ഗ്യാരണ്ടിയിലും ഇപ്പോൾ കൃത്യമായൊരു വ്യക്തതയില്ല. 2 ഗ്യാരണ്ടി നടപ്പിലാക്കും എന്ന് പറയുന്നു, ഗ്യാരണ്ടി നടപ്പിലാക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ആ ഗ്യാരണ്ടിയിലും വ്യക്തതയില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയും വയോജന വകുപ്പുമാണ് ഇപ്പോൾ ഗ്യാരണ്ടിയുടെ പേരിൽ നിലവിൽ നടപ്പിലാക്കാൻ പോകുന്നു എന്ന് പറയുന്ന 2 ഗ്യാരണ്ടികൾ. എന്നാൽ അപ്പോഴും ഒരു ചോദ്യം ഉയർന്നു നിൽക്കുന്നു, എങ്ങനെയാണ് KSRTC ബസ്സിൽ പൂർണ്ണമായും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പിലാക്കാൻ സാധിക്കുക? അതിന് നിബന്ധനകളുണ്ടെന്ന് മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ പറയുകയുണ്ടായി. കാരണം അതിൻ്റെ നിബന്ധനകൾ പിന്നീട് അറിയിക്കും, ഏതൊക്കെ തരത്തിലാണ് നിബന്ധനകൾ എന്ന് പറയുന്നത്. അതായത് പൂർണ്ണമായും സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര അനുവദിക്കുന്ന തരത്തിലാകില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ചില നിബന്ധനകൾ, അത് അമർ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രായമായ സ്ത്രീകൾക്കായിരിക്കാം, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഗർഭിണികളായിട്ടുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ രോഗം വന്നിട്ടുള്ള അല്ലെങ്കിൽ രോഗബാധിതരായിട്ടുള്ള സ്ത്രീകളായിരിക്കാം, അല്ലെങ്കിൽ ദീർഘദൂര പരിധിയാണോ, ഇനി പിങ്ക് ബസ് എന്ന സംവിധാനമാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും പൂർണ്ണമായും അത്തരത്തിലൊരു ഗ്യാരണ്ടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ നമുക്കിപ്പോൾ വ്യക്തമായി പറയാൻ സാധിക്കില്ല. കാരണം KSRTC ബസ്സിലെ സൗജന്യ യാത്ര പൂർണ്ണമാകില്ല എന്നതാണ് ഇതോടുകൂടി, മന്ത്രിയുടെ ഈ പ്രഖ്യാപനത്തോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് വയോജന വകുപ്പാണ്. ആ വയോജന വകുപ്പ് രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. രാജ്യത്ത് തന്നെ ആദ്യത്തെ വയോജന വകുപ്പ് എന്നൊക്കെയാണ് പറയുന്നത്. അവിടെയും വയോജന വകുപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തും, എന്തൊക്കെയാണ് നടത്താൻ തീരുമാനിക്കുന്നത് എന്ന കാര്യത്തിലും ഒരു വ്യക്തത തരാതെയാണ് പത്രസമ്മേളനം സമാപിച്ചത്. മറ്റു ചില കാര്യങ്ങൾ പറയുന്നു, ആശമാരുടെ ഓണറേറിയം അടക്കമുള്ള കാര്യങ്ങൾ 3000 രൂപയായി വർദ്ധിപ്പിക്കും എന്നൊക്കെ പറയുന്നത് പോലെ നേരത്തെ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചതും അതിൻ്റെ ഉത്തരവൊക്കെ വന്നതുകൂടിയാണ്. അത് തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ കവിഞ്ഞ മറ്റൊരു പ്രഖ്യാപനങ്ങൾ ആശമാർക്ക് നൽകിയിട്ടില്ല. നമുക്കറിയാം, സമരകാലത്ത് തന്നെ കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവെല്ലാം ഇറക്കിയതാണ്. സമാനമായ പ്രഖ്യാപനം തന്നെ ആണ് നിലവിൽ മുഖ്യമന്ത്രി നടത്തിയതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും തുടർന്ന് ഇനി പ്രഖ്യാപനങ്ങൾ വരികയുള്ളൂ. അധികാരം ഏറ്റെടുത്തതിന് ശേഷം തുടർന്ന് പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോഴും ആദ്യഘട്ടം എന്ന നിലയിൽ ഒരു ജനകീയ മന്ത്രിസഭ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അധികാരമേറ്റ് ആ ജനകീയ മന്ത്രിസഭയായിരിക്കും, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു മന്ത്രിസഭയായിരിക്കും എന്നെല്ലാമുള്ള കൊട്ടിഘോഷിച്ച് ഉള്ള തുടക്കത്തിൽ അധികാരമേറ്റ VD സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ആദ്യം ഒരു പ്രഖ്യാപനം എന്ന നിലയിൽ ലഭിക്കുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആദ്യ പ്രഖ്യാപനം എന്ന നിലയിൽ ലഭിക്കുന്നത്, അത് ആ പ്രഖ്യാപനങ്ങൾ, ഗ്യാരണ്ടികൾ അതിലൊരു മങ്ങലേൽപ്പിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. പ്രഖ്യാപനങ്ങളില്ലാതെ പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഉണ്ടാകുന്നത്. എന്തായാലും തുടർന്ന് ഇനി എങ്ങനെയാണ് ഈ ബാക്കിയുള്ള സർക്കാരിൻ്റെ കാലത്തെ പ്രഖ്യാപനങ്ങളോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നടത്തിപ്പ് വശങ്ങളൊക്കെ എങ്ങനെയായിരിക്കുമെന്ന് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും തുടക്കത്തിൽ തന്നെ ചില ജനകീയമായിട്ടുള്ള
വിഷയങ്ങൾ ആ ജനകീയ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകുമെന്നായിരുന്നു കരുതിയെങ്കിൽ ഒരു ജനകീയമായിട്ടുള്ള പ്രഖ്യാപനങ്ങളും ഇല്ലാതെ ആണ് നിലവിൽ മന്ത്രിസഭാ യോഗത്തിന് ശേഷം ആദ്യത്തെ ക്യാബിനറ്റിന് ശേഷം മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രി പറയുന്നത് ഇതാണ്: സാമ്പത്തിക പ്രതിസന്ധി കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടാക്കി വെച്ച സാമ്പത്തിക പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ട്. മറ്റു ചില കാരണങ്ങളുണ്ട്, മറ്റു ചില നടപടിക്രമങ്ങൾ, ഇതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ചില സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നു. ഇതൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും തുടർന്ന് ഇനി അങ്ങോട്ട് വരും നാളുകളിൽ കാണാം എങ്ങനെയായിരിക്കും ഈ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിപ്പിക്കാൻ പോകുന്നത്. 5 ഗ്യാരണ്ടികൾ എങ്ങനെയാണ് നടത്താൻ പോകുന്നതെന്നൊക്കെ വരും നാളുകൾ മാത്രമാണ് ഇനി അറിയാൻ കഴിയുള്ളൂ. നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, ഈ ഗ്യാരണ്ടി പ്രഖ്യാപനം ഉണ്ടായ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു, ഈ ഗ്യാരണ്ടി പ്രഖ്യാപനങ്ങൾ പുറത്തുനിന്ന് പറയുന്ന കണക്ക് അല്ല, മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ അതിലെല്ലാം മാറ്റങ്ങൾ വരും എന്ന് പൊതുജനങ്ങളടക്കം മാത്രമല്ല രാഷ്ട്രീയ വിമർശനം നടത്തുന്നവരടക്കം, രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറഞ്ഞിരുന്നു. ഗ്യാരണ്ടികൾ പ്രഖ്യാപിക്കുന്നത് പോലെയല്ല നടപ്പിലാക്കുന്നതിനൊരു സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറഞ്ഞത് അത് സത്യമാകുന്ന സാഹചര്യമാണ്. ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്നതിൽ ഉപരിയായി പൂർണ്ണമായും ഒരു നടത്തിപ്പ് വശത്തിലേക്ക് എത്താൻ സാധിക്കുമോ എന്നത് ഇനി കണ്ടറിയണം. എന്തായാലും പിണറായി സർക്കാരിൻ്റെ 10 വർഷത്തെ ആ ഭരണം അവസാനിച്ച ശേഷം ഒരു തെരഞ്ഞെടുപ്പിലൂടെ UDF സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. ആ അധികാരത്തിൽ വന്ന സർക്കാരിൻ്റെ ആദ്യ മന്ത്രിസഭാ യോഗം കഴിഞ്ഞു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമുള്ള ആദ്യ മന്ത്രിസഭാ യോഗം കഴിഞ്ഞു. അതിനുശേഷമുള്ള ആദ്യ പ്രഖ്യാപനം കൂടിയാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ നടത്തിയത്. ആ പ്രഖ്യാപനങ്ങളാണ് നമുക്ക് ജനകീയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് കരുതിയെങ്കിലും വലിയ ജനകീയമായിട്ടുള്ള പ്രഖ്യാപനങ്ങളൊന്നും ഇല്ലാതെ ആ മന്ത്രിസഭാ യോഗം കടന്നു പോവുകയും ചെയ്തു. അമൽ, അത് തന്നെയാണ്. എന്തായാലും ആദ്യം തന്നെ ഗ്യാരണ്ടികളിൽ വെള്ളം ചേർത്തുകൊണ്ടാണ് മുഖ്യമന്ത്രി VD സതീശൻ സംസാരിച്ചത്. നടപ്പിലാക്കുക 5ൽ 2 ഗ്യാരണ്ടികൾ മാത്രമാണ്. ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്നത് KSRTC ബസ്സിലെ വനിതകളുടെ സൗജന്യ യാത്രയും വയോജന വകുപ്പുമാണ്. ബാക്കി ഗ്യാരണ്ടികൾ പിന്നാലെ നടപ്പിലാക്കുമെന്നുമാണ് ന്യായീകരണം ഉണ്ടായത്. ആശമാർക്കും അംഗനവാടി ഹെൽപ്പർമാരുടെ വരുമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരൻ.